ശോഭാ സുരേന്ദ്രനെ അഭിമുഖം ചെയ്യുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. Do you really think BJP will make a difference this time, or it's... ദൈവമേ, മൂർഖം പാമ്പിനെയാണല്ലോ ചവിട്ടിയത്. ഈ മാധ്യമ പ്രവർത്തകർ കുറുക്കന്മാരാണ് കേട്ടോ. ഇലക്ഷനെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥികളോട് ഈ മാധ്യമ പ്രവർത്തകർ ഇംഗ്ലീഷിലാണ് വർത്തമാനം പറയുക. കാരണം എന്താണെന്ന് അറിയുമോ? ഒരു ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിയമസഭയിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മാധ്യമ പ്രവർത്തകർ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നത്. അക്ഷരാഭ്യാസം ഇല്ലാത്തവർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവില്ലാത്തവർ നിയമസഭയിൽ എങ്ങനെ പാവപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ സാധിക്കും? ഭാഷ അറിഞ്ഞില്ലെങ്കിൽ അത് നാണക്കേടാണെന്ന് കരുതിക്കൊണ്ട് ഈ സ്ഥാനാർത്ഥിയായ സാരഥികൾ മൗനമായിരിക്കുമ്പോൾ അവരെ വിശ്വസിച്ച് അവർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ സ്വന്തം ആവശ്യങ്ങൾ ഇല്ലാതെ പോകുന്നത് അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾ അറിയാതെ പോകുന്നത് വളരെ ഖേദകരമാണ്. അങ്ങനെ ഒരു വീഡിയോ നമുക്കിവിടെ കാണാം. പാലക്കാട് അഭിസംബോധന ചെയ്യുന്ന കോൺഗ്രസിൻ്റെ സാരഥി രമേശ് പിഷാരടി അദ്ദേഹത്തോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. Palakkad scenario, when we look at the flux boards, posters, BJP will be the first, and when we look at the TV channels and the online area, LDF will be the first. കേട്ടില്ലേ? ഇനി പാലക്കാടിനെ അഭിസംബോധന ചെയ്യുന്ന NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ അഭിമുഖം ചെയ്യുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. Do you really think BJP will make a difference this time, or it's still a party which will cut votes? ദൈവമേ, മൂർഖം പാമ്പിനെയാണല്ലോ ചവിട്ടിയത്. Do you really think BJP will make a difference this time, or it's still a party which will cut votes and vote shares but not seats? ഇത്തവണ എത്ര സീറ്റുകൾ എന്ന് പോലും പറയാൻ സാധിക്കാത്ത രീതിയിൽ BJP നേതൃത്വം നൽകുന്ന NDAക്ക് ചീഫ് മിനിസ്റ്ററെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പരിശ്രമം. കേട്ടില്ലേ? ഇവരാണോ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് വർത്തമാനം പറയാൻ കഴിയാത്ത ഇവരാണോ ഒരു ജനതയുടെ ആവശ്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ നിയമസഭയിൽ പോകുന്നത്? ആണോ? ജനങ്ങൾ ഇത്ര വിഡ്ഢികളാണല്ലോ. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരെ തിരഞ്ഞെടുക്കൂ, എന്നിട്ട് അവർക്ക് വോട്ട് ചെയ്യൂ. കാരണം ഇന്ത്യയിൽ ജീവിക്കുന്ന ടാക്സ് കിട്ടുന്ന നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുവാൻ നിങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്ന സാരഥിക്ക് കഴിയുമോ എന്ന് നിങ്ങൾ വിശ്വാസം വരുത്തൂ, എന്നിട്ട് വോട്ട് ചെയ്യൂ. വിവരമില്ലാത്ത ഒരാൾ നിങ്ങളെ വിഡ്ഢികളാക്കുമ്പോൾ നിങ്ങളെല്ലാം എന്തിനാണ് വിഡ്ഢിയാകുന്നത്? കേരള സമൂഹമേ, നിങ്ങൾ എന്തിനാണ് വിഡ്ഢിയാകുന്നത്?